ഇന്ന് ഞാൻ ഗോപാലിൻ്റെ കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. പണ്ട് ബംഗാളിൽ ഒരു മുടിവെട്ടുകാരനുണ്ടായിരുന്നു, ഒരു ബാർബർ. അയാളുടെ പേരായിരുന്നു ഗോപാൽ. ഗോപാൽ ഒരു സാധാരണ മുടിവെട്ടുകാരനായിരുന്നില്ല. അയാൾ വളരെ ബുദ്ധിമാനായിരുന്നു. ഒരു വിദൂഷകൻ എന്ന നിലയിൽ, മറ്റുള്ളവരെ ബുദ്ധിപൂർവമായ തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ ഗോപാൽ വളരെ പ്രശസ്തനായിരുന്നു. അങ്ങനെ ഗോപാലിൻ്റെ പ്രശസ്തി രാജകൊട്ടാരത്തിൽ പോലും എത്തി. കൃഷ്ണനഗരത്തിലെ രാജാവായ കൃഷ്ണചന്ദ്രൻ ഗോപാലിനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ തമാശകൾ ആസ്വദിക്കുകയും പതിവായിരുന്നു. പോകെ ഗോപാലിന് എപ്പോൾ വേണമെങ്കിലും അനുവാദമില്ലാതെ കൊട്ടാരത്തിൽ കടന്നു ചെല്ലാൻ തക്കതായ സ്വാതന്ത്ര്യമുണ്ടായി. ഗോപാൽ ഇടയ്ക്കിടയ്ക്ക് കൊട്ടാരത്തിൽ ചെല്ലുകയും രാജാവിനോട് സംസാരിക്കുകയും രാജസഭയിലുള്ളവരെയും രാജാവിനെയും തൻ്റെ തമാശകൾ കൊണ്ട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും പതിവായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ ഗോപാൽ രാജകൊട്ടാരത്തിലേക്ക് ചെന്നപ്പോൾ പതിവില്ലാതെ കാവൽക്കാർ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. ഇന്നകത്തേക്ക് പോകാൻ പറ്റില്ല, രാജാവിന് ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് അവർ ഗോപാലിനോട് പറഞ്ഞു. ഇതൊരു പതിവില്ലാത്ത കാര്യമായതുകൊണ്ട് ഗോപാലിന് ബുദ്ധിമുട്ട് തോന്നി. ഗോപാൽ പറഞ്ഞു, ഒന്നും കുഴപ്പമില്ല, ഞാൻ രാജാവിനെ ബുദ്ധിമുട്ടിക്കുകയില്ല, ഞാനൊന്ന് സംസാരിച്ചിട്ട് തിരിച്ചു വരാം. ഗോപാലിന് രാജാവിനോടുള്ള സ്വാധീനം അറിയാവുന്നതുകൊണ്ട് ഈ കാവൽക്കാർക്ക് ഗോപാലിനോട് നിർബന്ധപൂർവ്വം ഇത് പറയാൻ ബുദ്ധിമുട്ട് തോന്നി. എന്നാലും അവർ ഗോപാലിനോട് പറഞ്ഞു, രാജാവിനെ ദേഷ്യപ്പെടുത്തരുത്, അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കരുത്, അദ്ദേഹം ആരെയും കാണണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഗോപാൽ കൊട്ടാരത്തിനകത്ത് ചെന്നപ്പോൾ രാജാവ് വളരെ വിഷണ്ണനായിട്ടിരിക്കുന്നത് കണ്ടു. ഗോപാൽ ചെന്ന് ചോദിച്ചു, എന്ത് പറ്റി അങ്ങൊന്ന്, എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? രാജാവ് പറഞ്ഞു, ഗോപാൽ, എനിക്കിന്ന് നിന്നോട് സംസാരിക്കാൻ ഒരു താല്പര്യവുമില്ല, എന്നെ ശല്യപ്പെടുത്താൻ നീ വേഗം പൊയ്ക്കൊള്ളൂ. അപ്പോൾ ഗോപാൽ പറഞ്ഞു, തമ്പുരാനെ, അങ്ങനെ പറയരുത്, അങ്ങയുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അത് ചെയ്യാൻ എന്നെ അനുവദിക്കണം. ഇതും പറഞ്ഞുകൊണ്ട് ഗോപാൽ ചില തമാശ കഥകളൊക്കെ പറഞ്ഞെങ്കിലും രാജാവ് ചിരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ ഗോപാൽ എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന് ഗോപാലിന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ കുഴഞ്ഞൊരു പ്രശ്നമായിരിക്കണം, അല്ലെങ്കിൽ രാജാവ് ഇത്രയധികം വേദനിക്കുകയില്ല എന്ന് ഗോപാലിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഗോപാൽ നിർബന്ധപൂർവ്വം അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങൊന്ന് എന്നോട് പറയൂ, അങ്ങക്ക് എന്താണ് ബുദ്ധിമുട്ട്? എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യമാണെങ്കിൽ ഞാനത് സാധിച്ചു തരാം. രാജാവ് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഗോപാൽ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോഴും ഗോപാൽ പറഞ്ഞു, എന്നാലും എന്നോടൊന്ന് പറയൂ, ഞാനൊന്ന് നോക്കട്ടെ, എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. അപ്പോൾ രാജാവ് പറഞ്ഞു, നീ ഇങ്ങനെ നിർബന്ധം പിടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഗോപാൽ. മുർഷിദാബാദിലെ നവാബ് എനിക്ക് ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഞാൻ ഭൂമിയുടെ നീളവും വണ്ണവും ഉടൻ തന്നെ അദ്ദേഹത്തെ അളന്ന് അറിയിച്ചു കൊടുക്കണം. ഇതറിയിച്ചില്ലെങ്കിൽ എനിക്ക് വലിയ നാണക്കേടാവും. അപ്പോൾ ഗോപാൽ ചോദിച്ചു, ആഹാ, അത്രയേ ഉള്ളോ? ഇതിന് അങ്ങനെ എനിക്ക് സഹായിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ രാജാവ് ചോദിച്ചു, അത്രയേ ഉള്ളൂ എന്നാണോ നീ ചോദിക്കുന്നത്? എങ്ങനെ കണ്ടുപിടിക്കും? ഭൂമിയുടെ നീളം ആർക്ക് അളക്കാൻ പറ്റും? ഭൂമിയുടെ വണ്ണം ആർക്ക് അളക്കാൻ പറ്റും? ഇത് ആരെക്കൊണ്ടും കഴിയാത്തൊരു കാര്യമല്ലേ? ഗോപാൽ പറഞ്ഞു, മഹാരാജാവേ, എന്നെക്കൊണ്ട് കഴിയും, ഞാനത് ചെയ്തു തരാം. അപ്പോൾ രാജാവ് പറഞ്ഞു, ഗോപാൽ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നും മിണ്ടാതിരുന്നത്, നീ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഒരുപക്ഷെ നാം ഇതിൻ്റെ ഉത്തരം തെറ്റായി കൊണ്ടുചെല്ലുകയാണെങ്കിൽ നവാബ് നമ്മളോട് ദേഷ്യപ്പെടും, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനവും ഈ തെറ്റായ ഉത്തരം കൊണ്ടുചെല്ലുന്ന ആളുടെ ജീവനും ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഗോപാൽ പറഞ്ഞു, ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല മഹാരാജൻ, ഞാൻ പോയി ഈ ഉത്തരം നവാബിനോട് പറയാം, എൻ്റെ ജോലിയോ എൻ്റെ തലയോ അങ്ങയുടെ അഭിമാനമോ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അവസാനം ഗോപാലിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ രാജാവ് ഗോപാലിനെ ഉത്തരവുമായിട്ട് നവാബിൻ്റെ അടുത്തേക്ക് വിടാൻ തീരുമാനിച്ചു. അപ്പോൾ ഗോപാൽ പറഞ്ഞു, അങ്ങനെ എനിക്ക് 25 കാളവണ്ടികൾ തരണം, ഈ കാളവണ്ടിയിൽ നിറയെ പരുത്തിനൂലും പട്ടുനൂലും നിറച്ചും തരണം. അങ്ങനെ ഗോപാലിൻ്റെ ആവശ്യപ്രകാരം രാജാവ് 25 കാളവണ്ടികൾ തയ്യാറാക്കി. ആ കാളവണ്ടികളിൽ നിറയെ പരുത്തിനൂലും പട്ടുനൂലും നിറച്ചു. വലിയ ഗോളങ്ങളാക്കി ഉരുട്ടിയ പട്ടുനൂലും പരുത്തിനൂലും കൊണ്ട് ഈ 25 കാളവണ്ടികളെ നയിച്ചുകൊണ്ട് ഗോപാൽ നവാബിൻ്റെ അടുത്തേക്ക് പോയി. മുർഷിദാബാദിലെത്തി. കോട്ടയുടെ വാതിൽക്കൽ ചെന്നിട്ട് തനിക്ക് നവാബിനെ കാണണം എന്നാവശ്യപ്പെട്ടു. ആരാണ് എന്ന് ചോദിച്ചപ്പോൾ താൻ കൃഷ്ണചന്ദ്ര രാജാവിൻ്റെ അടുത്ത് നിന്ന് വരുന്ന ദൂതനാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നവാബിൻ്റെ അടുത്തേക്ക് ഗോപാൽ വിളിക്കപ്പെട്ടു. ഗോപാൽ ധൈര്യത്തോടെ നവാബിൻ്റെ മുന്നിൽ ഹാജരായി. നവാബ് ഒരു പരിഹാസ ചിരിയോടെ ഗോപാലിനോട് ചോദിച്ചു, ഭൂമിയുടെ നീളവും മണ്ണവും ഒക്കെ അളന്ന് നിങ്ങളുടെ രാജാവ് പറഞ്ഞു വിട്ടിട്ടുണ്ടോ? ഗോപാൽ പറഞ്ഞു, പിന്നെന്താ തമ്പുരാനെ, ഞാൻ ആ അളവും കൊണ്ടാണ് വന്നിരിക്കുന്നത്, പക്ഷേ എനിക്കിവിടെ ഒന്ന് കാണിച്ചു തരാൻ പറ്റില്ല, അങ്ങ് എൻ്റെ കൂടെ പുറത്തേക്ക് വരണം. അങ്ങനെ നവാബ് ഗോപാലിനൊപ്പം കൊട്ടാരത്തിൻ്റെ പുറത്തേക്ക് ചെന്നു. അപ്പോൾ ഗോപാൽ താൻ കൊണ്ടുവന്ന 25 കാളവണ്ടികളെ കാണിച്ചിട്ട് പറഞ്ഞു,
അങ്ങ് നോക്കൂ, ഈ കാണുന്ന കാളവണ്ടികളിൽ 14 കാളവണ്ടികളിൽ നിറച്ചിരിക്കുന്ന നൂല് നീളത്തിൽ നീട്ടിപ്പിടിച്ചാൽ ഭൂമിയുടെ നീളം കിട്ടും. ബാക്കി 11 കാളവണ്ടികളിൽ ഞാൻ ചുരുട്ടി വെച്ചിരിക്കുന്നത് ഭൂമിയുടെ വണ്ണമാണ്. ആ നൂല് നിവർത്തിയെടുത്താൽ ഭൂമിയുടെ വണ്ണം എത്രയുണ്ടെന്നും അറിയാൻ പറ്റും. അങ്ങ് സൗകര്യം പോലെ അളന്ന് നോക്കിയാൽ മതി. നവാബ് ഞെട്ടിപ്പോയി. അദ്ദേഹം ചോദിച്ചു, നേരാണോ, ഉറപ്പാണോ, കൃത്യമാണോ? അപ്പോൾ ഗോപാൽ പറഞ്ഞു, കൃത്യമാണ്. ഞാൻ കൃത്യമായിട്ട് അളന്നെടുത്താണ്. അങ്ങ് വേണമെങ്കിൽ ഒന്നുകൂടെ അളന്ന് നോക്കിയോളൂ, കൃത്യമായിരിക്കും. നവാബ് ഒന്നും മിണ്ടിയില്ല. താൻ പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നാൽ അതൊന്നും പുറത്ത് കാണിക്കാതെ ഗോപാലിന് കൈ നിറയെ സമ്മാനങ്ങളും കൊടുത്ത് നവാബ് തിരിച്ചുവിട്ടു. തിരിച്ചു ചെന്ന് രാജാവിനോട് ഇക്കഥ പറഞ്ഞപ്പോൾ രാജാവും കൊടുത്തു ഗോപാലിന് സമ്മാനങ്ങൾ. അങ്ങനെ ഗോപാലിന് വലിയ സന്തോഷമായി. ഗോപാൽ തനിക്ക് കിട്ടിയ സ്വർണ്ണ നാണയങ്ങളുമായിട്ട് വീട്ടിലേക്ക് പോയി. പോകും വഴിക്ക് ഒരു മിഠായി കടയുണ്ടായിരുന്നു. അവിടെ നിന്ന് ഗോപാൽ കുറച്ച് മിഠായി വാങ്ങി കുട്ടികൾക്ക് കൊടുത്തു. കുട്ടികളെന്ന് പറഞ്ഞാൽ തെരുവിൽ കളിക്കുന്ന കുട്ടികളാണ്. അടുത്ത ദിവസവും ഗോപാൽ അതുവഴി വന്നപ്പോൾ കുട്ടികൾ അവിടെ നിൽക്കുന്നത് കണ്ടു. ഗോപാലിനെ കണ്ടപ്പോൾ തലേന്ന് മിഠായി തന്ന ആളെന്ന നിലയിൽ കുട്ടികൾ ഗോപാലിൻ്റെ അടുത്ത് ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നും കൂടി ഞങ്ങൾക്ക് മിഠായി മേടിച്ചു തരുമോ? ഗോപാൽ പറഞ്ഞു, ഇന്നെൻ്റെ കയ്യിൽ പണമില്ലല്ലോ. കുട്ടികൾ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട്, പക്ഷേ ഞങ്ങൾ കുട്ടികളല്ലേ, ഞങ്ങൾ ചെന്നാൽ ആ കടക്കാരൻ ഞങ്ങളെ പറ്റിക്കും. മുതിർന്നവരെ പോലും അയാൾ പറ്റിക്കും, പിന്നെയാണോ കുട്ടികളുടെ കാര്യം? അയാൾ വലിയ പിശുക്കനാണ്. വളരെ കുറച്ച് മിഠായിയേ അയാൾ തരാറുള്ളൂ. തരുന്നത് തന്നെ വളരെ വിലക്കൂട്ടിയുമാണ്. അയാളൊരു ക്രൂരനുമാണ്. അയാൾ ഒരാളോടും ദയ കാണിക്കാറില്ല. ഈ കഥ കേട്ടപ്പോൾ ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ഗോപാലിന് തോന്നി. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ചെറിയ കുട്ടികളെ പറ്റിക്കുന്ന മിഠായി കച്ചവടക്കാരനെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഗോപാൽ അയാളുടെ കടയുടെ നേരെ നടന്നു. അവിടെ ചെന്ന കാര്യങ്ങൾ കുറച്ചു നേരം നിരീക്ഷിച്ചപ്പോൾ ഗോപാലിന് കാര്യം മനസ്സിലായി. അയാളുടേത് കള്ളത്തൂക്കമാണ്. അളവ് വളരെ കുറവ്. മാത്രമല്ല അയാൾ കൃത്യം പണം കണക്ക് പറഞ്ഞ് വാങ്ങും. ഒരാളോടും ദയ കാണിക്കുകയില്ല. ഈ മിഠായി കച്ചവടം കൊണ്ട് അയാൾ വളരെയധികം ലാഭം ഉണ്ടാക്കുന്നുണ്ടെന്ന് ഗോപാലിന് മനസ്സിലായി. എന്തായാലും ഇയാളൊരു പാഠം പഠിപ്പിക്കാൻ ഉറച്ച് ഗോപാൽ അവിടെ കാത്തിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഉടമസ്ഥൻ ഉറങ്ങാൻ പോകുന്ന അയാൾ കണ്ടു. ഉച്ചനേരത്ത് അയാൾ കടയുടെ ഉള്ളിൽ കയറി കിടന്ന് കുറച്ച് നേരം ഉറങ്ങും. ഗോപാൽ പതുക്കെ അങ്ങോട്ട് ചെന്നു. അപ്പോൾ കടയിൽ ഇരുന്നിരുന്നത് ഈ ഉടമസ്ഥൻ്റെ മകനായിരുന്നു. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഉടമസ്ഥൻ മകനോട് കച്ചവടം നന്നായിട്ട് നോക്കണമെന്നും ആർക്കും ഒരു തരി പോലും മിഠായി കടം കൊടുക്കരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സമ്മതിച്ചിട്ടാണ് മകൻ അവിടെ ഇരുന്നത്. അകത്ത് നിന്ന് കൂർക്കമ്പലി കേൾക്കുന്നത് വരെ ഗോപാൽ അവിടെ കാത്തു നിന്നു. അതിനുശേഷം ഗോപാൽ പതുക്കെ കടയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഭരണിയിൽ കൈയിട്ട് ഓരോ മിഠായികളായിട്ട് എടുത്ത് തിന്നാൻ തുടങ്ങി. ഗോപാൽ ലഡു തിന്നു, ജിലേബി തിന്നു, ഹൽവ തിന്നു, അങ്ങനെ തിന്നുകയാണ്. അപ്പോൾ ആ മകൻ ദേഷ്യപ്പെട്ടു, നിങ്ങൾ ആരാണ്? പണം തന്നിട്ട് മിഠായി തിന്നു, അല്ലാതെ തിന്നണ്ട. അപ്പോൾ ഗോപാൽ പറഞ്ഞു, നിൻ്റെ അച്ഛനൊന്നും പറയുകയില്ല, എൻ്റെ പേര് ഈച്ച എന്നാണ്. ഈച്ച വന്നിരിക്കുന്നു എന്ന് അച്ഛനോടൊന്ന് പറഞ്ഞു നോക്കൂ. മകൻ വാതിലിനകത്തേക്ക് തലയിട്ടിട്ട് പറഞ്ഞു, അച്ഛ ഒരു ഈച്ച വന്നിരിക്കുന്നു. അപ്പോൾ ഉറങ്ങിക്കിടന്ന കച്ചവടക്കാരൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഇതൊക്കെയാണോ എന്നെ വിളിക്കുന്നത്? അവിടെ വന്നിരുന്നിട്ട് പോട്ടെ, നിനക്കെന്താ, എന്നെ ശല്യപ്പെടുത്താതെ. അപ്പോൾ ഗോപാൽ ഈ കച്ചവടക്കാരൻ്റെ മകനോട് ചോദിച്ചു, കണ്ടോ, ഞാൻ പറഞ്ഞില്ല നിൻ്റെ അച്ഛനൊന്നും പറയുകയില്ല എന്ന്. എന്നെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. ഞാൻ കുറച്ച് മിഠായി കൊണ്ടുപോകും കൂടെ ചെയ്യുകയാണ് കേട്ടോ. നിൻ്റെ അച്ഛനോട് വേണേൽ പറഞ്ഞേരെ ഈച്ച മിഠായി കൊണ്ടുപോകുന്നെന്ന് പറ. അപ്പോൾ മകൻ വീണ്ടും തല അകത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു, അച്ഛാ, ഈച്ച താ കുറച്ച് മിഠായി കൊണ്ടുപോകുന്നു. കച്ചവടക്കാരൻ ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ അത് കൊണ്ടുപോക്കോട്ടെ, കൊണ്ടുപോയാൽ എത്ര കൊണ്ടുപോകാനാ? അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന അത്രയും മിഠായും പൊതിഞ്ഞു കെട്ടി ഗോപാൽ അവിടെ നിന്ന് അപ്പോഴേ സ്ഥലം വിട്ടു. കച്ചവടക്കാരൻ ഉറക്കം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ഈച്ച എന്ന പേരിൽ തന്നെ മറ്റാരോ പറ്റിച്ചതാണെന്ന് മനസ്സിലായത്. അയാൾ അങ്ങനെ ഒരു പാഠം പഠിച്ചു. താൻ കള്ളക്കണക്ക് കാണിച്ചും കള്ളത്തൂക്കം തൂക്കിയും ഉണ്ടാക്കിയ പണം തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് അയാൾക്ക് മനസ്സിലായി. ഗോപാലാണെങ്കിലോ കുട്ടികൾക്ക് വയറ് നിറയെ മിഠായി കൊടുത്തിട്ട് തൻ്റെ വീട്ടിലേക്ക് പോയി. ഗോപാലിൻ്റെ വീടിന് 2 വാതിലുകളുണ്ടായിരുന്നു. ഒരു മുൻവാതിലും ഒരു പിൻവാതിലും. മാത്രമല്ല അതൊരു ഓടിട്ട വീടുമായിരുന്നു. ഒരു ദിവസം ഗോപാലും ഭാര്യയും കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് മുകളിൽ എന്തോ ഒരു ശബ്ദം കേട്ടു. നോക്കുമ്പോൾ ഉണ്ട് മുകളിലെ ഓട് പൊളിച്ച് ഒരു കള്ളൻ താഴേക്ക് ഇറങ്ങി വരുന്നു. ഗോപാലും ഭാര്യയും പേടിച്ചു പോയി. രാജകൊട്ടാരത്തിൽ നിന്ന് സമ്മാനങ്ങളൊക്കെ കിട്ടുന്നത് കാരണം ഗോപാലിൻ്റെ വീട്ടിൽ കുറച്ച് പണം ഇരിപ്പുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടത് തന്നെ എന്നവർ കരുതി. 2 പേരും പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴുണ്ട് മുൻവാതിലൊരു മുട്ട്. ജനാല വഴി നോക്കുമ്പോൾ കുറേ കള്ളന്മാർ നിൽക്കുന്നു. ഒരു കൊള്ള സംഘമാണ്. ഇത് കണ്ട ആദ്യത്തെ കള്ളൻ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അയാൾ പറഞ്ഞു, അയ്യോ, അവരെന്നെ കണ്ടാൽ തല്ലി കൊന്നു കളയും. നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ ആ കള്ളന്മാരെ അകത്ത് കയറ്റിയിട്ട് എന്താണെന്ന് വെച്ചാൽ എടുത്തു കൊടുക്കുക, എന്നെ കാണിച്ചു കൊടുക്കരുത്. അപ്പോൾ ഗോപാൽ പറഞ്ഞു, ശരി എന്തായാലും ഞങ്ങൾക്ക് കഷ്ടകാലമാണ്,
നിങ്ങളോ അവരോ ആരെങ്കിലും ഒരാൾ ഞങ്ങളെ കൊള്ളയടിക്കും. എന്നാൽ പിന്നെ എന്തെങ്കിലും ഒരു പുണ്യപ്രവൃത്തിയെങ്കിലും ചെയ്ത് കളയാം. നിങ്ങളുടെ ജീവൻ ഞങ്ങൾ രക്ഷപ്പെടുത്തും. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കട്ടിലിനടി കയറി പാത്തിരുന്നോണം. അങ്ങനെ ഈ കള്ളനെ ഗോപാൽ കട്ടിലിനടിയിൽ പാത്തിരുത്തി. ഭാര്യയോട് ചില നിർദ്ദേശങ്ങളും കൊടുത്തിട്ട് ഗോപാൽ പിൻവാതിൽ വഴി പുറത്തിറങ്ങി. അപ്പോഴേക്കും മുൻവാതിൽ പൊളിച്ച് കൊള്ളക്കാരകത്ത് കടന്നിരുന്നു. അവർ കണ്ടത് ഗോപാലിൻ്റെ ഭാര്യയാണ്. അവർ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് പണമുണ്ടെന്നാണല്ലോ കേൾക്കുന്നത്. എവിടെ പണം വെച്ചിരിക്കുന്നത്? ഗോപാലിൻ്റെ ഭാര്യ പേടിച്ച് വിറച്ചുകൊണ്ട് പറഞ്ഞു, അതെല്ലാം പൂട്ടി വെച്ചിരിക്കുകയാണ്. എനിക്കതിനെപ്പറ്റി കൂടുതലൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ കൊള്ളത്തലവൻ ചോദിച്ചു, എവിടെ പൂട്ടി വെച്ചിരിക്കുന്നത്? ഭാര്യ പറഞ്ഞു, അത് അലമാരിക്കുള്ളിലാണ്. എൻ്റെ ഭർത്താവാണ് അതൊക്കെ നോക്കുന്നത്. എനിക്ക് അതിനെപ്പറ്റി ഒരു കാര്യം അറിഞ്ഞുകൂടാ. കൊള്ളക്കാരൻ പറഞ്ഞു, എവിടെ നിൻ്റെ ഭർത്താവ് എവിടെ? കാണിച്ചതാ. ദാ കട്ടിലിനടിയിരിപ്പുണ്ട് എന്നായി ഭാര്യ. കൊള്ളക്കാരെല്ലാം കൂടി കട്ടിലിനടിയിൽ പാത്തിരിക്കുകയായിരുന്ന കള്ളനെ പിടിച്ച് വലിച്ച് പുറത്തിട്ടു. നല്ല അടി കൊടുത്തു. അപ്പോഴേക്കും പുറത്തു പോയ ഗോപാൽ രാജഭടന്മാരെയും വിളിച്ചുകൊണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞിരുന്നു. അവരെല്ലാവരും കൂടി ചേർന്ന് ആ കൊള്ളക്കാരെ പിടികൂടി. ആവശ്യത്തിന് അടി കിട്ടിയ കള്ളനെ ഗോപാൽ വെറുതെ വിടുകയും ചെയ്തു. അങ്ങനെയാണ് ഗോപാൽ കൊള്ളക്കാരെ തോൽപ്പിച്ചത്. ഇതുകൊണ്ട് മാത്രം തീർന്നില്ല ഗോപാലിൻ്റെ കഥ. ഗോപാലിന് ഒരു അയൽക്കാരനുണ്ടായിരുന്നു. ഈ അയൽക്കാരൻ്റെ പേര് ഗോവിന്ദൻ എന്നായിരുന്നു. ഈ ഗോവിന്ദൻ വെറുതെ മനോരാജ്യം കാണുന്നതിന് വിദഗ്ധനായിരുന്നു. ഗോവിന്ദൻ്റെ ഭാര്യയാണെങ്കിൽ ഈ കാര്യത്തിൽ ഗോവിന്ദനെ കവച്ച് വെക്കും. വലിയ മനോരാജ്യക്കാരിയാണ്. ഈ മനോരാജ്യം കണ്ടിട്ട് ഇവർ രണ്ടും കൂടെ വലിയ വഴക്കും പതിവായിരുന്നു. വെറുതെ ഓരോ കാര്യങ്ങൾ സങ്കല്പിച്ച് കൂട്ടുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ഒരു ദിവസം ഗോവിന്ദൻ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് കുറേ പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറേ പശുക്കളെ വാങ്ങിയേനെ. ഇതും കേട്ടുകൊണ്ടിരുന്ന ഗോവിന്ദൻ്റെ ഭാര്യ നേരെ ചന്തയിൽ പോയി 5 കലം വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ഗോവിന്ദൻ ചോദിച്ചു, നീ എന്തിനാ 5 കലം വാങ്ങിയത്? ഗോവിന്ദൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ കുറേ പശുക്കളെ വാങ്ങാൻ പോകുമെന്ന് പറഞ്ഞില്ലേ, ഇതാ 1 കലം പാല് വെക്കാൻ, 1 കലം വെണ്ണ വെക്കാൻ, 1 കലം മോര് വെക്കാൻ, 1 കലം നെയ്യ് വെക്കാൻ. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, ശരി അതിന് നീ 5 കലം വാങ്ങിയത് എന്തിനാ? അപ്പോൾ ഭാര്യ പറഞ്ഞു, അതൊരു ചെറിയ കലമല്ലേ, അത് നമുക്ക് ബാക്കി വരുന്ന പാല് എൻ്റെ വീട്ടിൽ കൊടുത്തു വിടാനാ. ഗോവിന്ദൻ പറഞ്ഞു, ആഹാ കൊള്ളാലോ, പശു എൻ്റെത്, പക്ഷെ പാല് നിൻ്റെ വീട്ടിൽ കൊടുത്തു വിടുന്നു. യാതൊരു കാരണവശാലും എൻ്റെ പശുവിൻ്റെ പാല് നിൻ്റെ വീട്ടിൽ കൊടുക്കില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു, അതിന് നിങ്ങളുടെ അനുവാദം ആർക്ക് വേണം? നിങ്ങളെൻ്റെ ഭർത്താവല്ലേ, നിങ്ങളുടെ പശുവിൻ്റെ പാല് എനിക്കെടുക്കാം. ആ പാല് ഞാൻ എൻ്റെ വീട്ടിൽ കൊടുത്തു വിടുക തന്നെ ചെയ്യും. ഇതും പറഞ്ഞ് ഇവർ തമ്മിൽ ഭയങ്കര വഴക്കായി. വഴക്കിൻ്റെ ശബ്ദം കേട്ടാണ് ഗോപാൽ എത്തിയത്. ഗോപാൽ എത്തുമ്പോൾ ഗോവിന്ദനും ഭാര്യയും കൂടെ പൊരിഞ്ഞടി. ഗോപാൽ ചോദിച്ച്, കാര്യം എന്താണെന്നെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ വഴക്കിട്. അപ്പോൾ ഗോവിന്ദൻ്റെ ഭാര്യ പറഞ്ഞു, ഞാൻ നോക്ക്, എൻ്റെ വീട്ടിലേക്ക് ഇത്തിരി പാല് കൊടുത്തിടാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ സമ്മതിക്കുന്നില്ല. എൻ്റെ വീട്ടിൽ കൊടുത്തു വിടാതെ ഇയാൾ പിന്നെ വേറെ എവിടെ പാല് കൊടുത്തു വിടും? അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, എനിക്ക് അവളുടെ വീട്ടിൽ പാല് കൊടുക്കാൻ മനസ്സില്ല, എൻ്റെ പശുവിൻ്റെ പാല് എനിക്കാണ്. അപ്പോൾ ഗോപാൽ ചോദിച്ചു, നിങ്ങൾക്ക് അതിന് പശു ഇല്ലല്ലോ? ഗോവിന്ദൻ പറഞ്ഞു, ഞങ്ങൾ വാങ്ങുമല്ലോ, കുറേ പണം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ പശുവിനെ വാങ്ങും. അപ്പോൾ ഞാൻ എൻ്റെ പശുവിൻ്റെ പാൽ ഇവളുടെ വീട്ടിൽ കൊടുക്കില്ല. ഗോപാൽ ചോദിച്ചു, ഗോവിന്ദൻ നിനക്കിപ്പോൾ പശു ഇല്ലല്ലോ, പശു ഉള്ള കാലത്തല്ലേ, അപ്പോൾ വഴക്കിട്ടാൽ പോരെ? ഗോവിന്ദനുടനെ ഗോപാലിനോട് വഴക്കിന് ചെന്നു. എൻ്റെ വീട്ടിൽ പശു ഇല്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? എനിക്ക് പണം ഉണ്ടാകുമ്പോൾ ഞാൻ പശുവിനെ വാങ്ങും. അപ്പോൾ ഞാൻ പശുവിനെ കറക്കും, പാല് കാണും, വെണ്ണ കാണും, തൈര് കാണും. നിനക്കെന്താ? ഇത് വലിയ കഷ്ടമായിട്ട് ഗോപാലിന് തോന്നി. ഇവരുടെ വീട്ടിലിങ്ങനെ സ്ഥിരം വഴക്കാണ്. ഗോപാലൻ പുറത്തിറങ്ങിയൊരു വടി എടുത്തുകൊണ്ട് വന്ന് ഗോവിന്ദൻ്റെ പുറത്തിട്ട് 2 അടി വെച്ചു കൊടുത്തു. അപ്പോൾ ഗോവിന്ദൻ ദേഷ്യപ്പെട്ട് ചോദിച്ചു, എന്തിനാ ഗോപാൽ നീ എന്നെ അടിക്കുന്നത്? ഗോപാൽ പറഞ്ഞു, ഞാൻ നിന്നെ അല്ല അടിച്ചത്, ഞാൻ അടിച്ചത് നിൻ്റെ പശുവിനെയാണ്. നിൻ്റെ പശു എൻ്റെ പറമ്പിൽ കയറി ഞാൻ അടുത്ത മാസം നട്ടുവെക്കാൻ പോകുന്ന ചീരയെല്ലാം തിന്ന് തീർത്തിരിക്കുന്നു. ഇനി അടിക്കാതെ എന്ത് ചെയ്യും? ഗോവിന്ദന് തെറ്റ് മനസ്സിലായി. ഗോവിന്ദനും ഭാര്യയും വഴക്കിടുന്നത് നിർത്തി. ഇനി ഒരേ ഒരു കഥയും കൂടെ പറയാം, ഗോപാലിൻ്റെ കഥ. ബംഗാളിൽ വലിയ വിശേഷപ്പെട്ട മീനാണ് ഹിൽസ മീൻ. ഹിൽസ മീൻ എപ്പോഴും കിട്ടാറില്ല. ഈ ഹിൽസ മീൻ കിട്ടുന്ന ഒരു പ്രത്യേക കാലമുണ്ട്. ആ സമയത്ത് എല്ലാവരും മീൻ പിടിക്കാൻ പോകും. എല്ലാവരും മീനിനെ പറ്റി മാത്രമായിരിക്കും സംസാരിക്കുക. ഇന്നെന്ത് മീൻ കിട്ടി, എത്ര വലിയ മീൻ കിട്ടി, എത്ര എണ്ണം കിട്ടി, ഇങ്ങനെയാണ് എല്ലാവരുടെയും ചർച്ച. തെരുവിലൊക്കെ മീൻ വിൽപ്പനയായിരിക്കും. വീട്ടിലും നാട്ടിലും ഒക്കെ എല്ലാവരും മീനിനെ പറ്റി മാത്രം സംസാരിക്കും. അപ്പോൾ ഈ കാലത്ത് ഒരു ദിവസം രാജസഭ കൂടിയിരിക്കുകയായിരുന്നു. രാജാവിൻ്റെ അടുത്ത് ചെല്ലുന്നവരെല്ലാം മീനിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. മന്ത്രി രാജാവിനോട് എന്ന് പറഞ്ഞത്, തമ്പുരാനെ, ഞാനിന്ന് പിടിച്ച മീനിൻ്റെ വലിപ്പം അങ്ങേക്ക് അറിയാമോ? എത്ര വലിയ മീനാണെന്നോ ഞാനിന്ന് പിടിച്ചത് എന്നൊക്കെയാണ്. സേനാനായകനോട് ചോദിച്ചാലോ, തൻ്റെ ഭാര്യ വെച്ച മീൻകറിയുടെ ഗുണമാണ് അയാൾ പറയുന്നത്. എന്തിന് കൊട്ടാരത്തിലെ സാധാരണ സേവകർ പോലും താനിന്ന് പിടിച്ച മീനിൻ്റെ വലിപ്പവും താനിന്ന് കൂട്ടിയ മീൻകറിയുടെ രുചിയും ഒക്കെയാണ് സംസാരിക്കുന്നത്. രാജാവിന് ദേഷ്യം വന്നു. ഈ സമയത്താണ് നമ്മുടെ ഗോപാൽ രാജാവിനെ കാണാൻ ചെന്നത്. ഗോപാൽ ചെന്ന ഉടനെ രാജാവിനോട് താനിന്ന് കൂട്ടിയ മീൻകറിയുടെ വിശേഷം പറയാൻ തുടങ്ങി.
രാജാവിന് ദേഷ്യം വന്നു. രാജാവ് പറഞ്ഞു, ഇതല്ലാതെ നിങ്ങൾക്കാർക്കും ഒന്നും സംസാരിക്കാനില്ലേ? മീനിൻ്റെ കാര്യം പറയാതെ ഒരു ദിവസമെങ്കിലും ഇവിടെ ഉണ്ടോ? ഗോപാലിന് പോലും പറ്റുന്നില്ലോ മീനെപ്പറ്റി സംസാരിക്കാതിരിക്കാൻ. ഗോപാൽ പറഞ്ഞു, എനിക്ക് പറ്റും. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്നാൽ നമുക്കൊരു പന്തയം വെക്കാം. നാളെ ഒരു വലിയ ഹിൽസ മീൻ വാങ്ങിയിട്ട് ആ ചന്തയിൽ നിന്ന് ഈ കൊട്ടാരം വരെ ഈ മീനിനെപ്പറ്റി ഒരാളോട് സംസാരിക്കാതെ ഗോപാൽ വരണം. മാത്രമല്ല ആരും ഗോപാലിനോടും ആ മീനിനെ പറ്റി ചോദിക്കാൻ പാടില്ല. അങ്ങനെ പറ്റുകയാണെങ്കിൽ ഞാൻ ഗോപാലിന് വലിയൊരു സമ്മാനം തരുന്നുണ്ട്. അപ്പോൾ ഗോപാൽ പറഞ്ഞു, ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു തമ്പുരാനെ. നാളെ നോക്കിക്കോളൂ, ഞാൻ വലിയൊരു മീനും കൊണ്ട് കൊട്ടാരത്തിലെത്തുന്നതായിരിക്കും. ഒരാൾ പോലും എന്നോട് മീനിനെ പറ്റി ചോദിക്കില്ല. ഞാൻ ആരോടും മീനിനെ പറ്റി സംസാരിക്കുകയില്ല. അങ്ങനെ ഗോപാൽ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റു. എന്നിട്ട് തൻ്റെ താടിയും മീശയും പകുതി വടിച്ചു കളഞ്ഞു. തൻ്റെ തലയിൽ നിറയെ ചാരം വാരി പുരട്ടി. ഒരു കീറി ഉടുപ്പെടുത്തിട്ടു. കയ്യിലും കാലിലും ചെളി തേച്ച് പിടിപ്പിച്ചു. എന്നിട്ട് ചന്തയിൽ ചെന്നിട്ട് ഒരു വലിയ മീൻ വാങ്ങി. ചന്തയിൽ ഗോപാൽ ചെന്നപ്പോൾ മുതൽ എല്ലാവരും ഗോപാലിനെയാണ് നോക്കുന്നത്. ഇയാൾക്ക് വട്ടാണ് എന്ന് കരുതി എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ഗോപാൽ മീനും മേടിച്ച് നേരെ കൊട്ടാരത്തിലേക്ക് നടന്നു. ഒരാൾ പോലും ഗോപാലിനോട് മീനിൻ്റെ കാര്യം ചോദിച്ചില്ല. എല്ലാവരും ഗോപാലിനോട് തൻ്റെ പാതി വടിച്ച മീശയുടെയും ഉടുപ്പിലെ അഴുക്കിൻ്റെയും ദേഹത്തെ ചെളിയുടെയും തലയിലെ കരിയുടെയും ഒക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അവർ ഗോപാലിന് ഭ്രാന്ത് പിടിച്ചു എന്ന് കരുതി തല അറിഞ്ഞ് ചിരിച്ചു. കൊട്ടാരവാതിക്കൽ ചെന്നപ്പോഴോ സേവകന്മാർ ഗോപാലിനെ തടഞ്ഞു നിർത്തി. ആരാണ്, എന്തു വേണം, എന്തിനാണ് കൊട്ടാരത്തിലേക്ക് വന്നത് എന്നവർ ചോദിച്ചു. താൻ ഗോപാലാണെന്നും തനിക്ക് ഉടൻ തമ്പുരാനെ കാണണമെന്നും ഗോപാൽ അറിയിച്ചു. കാവൽക്കാരും ഈ മീനിൻ്റെ കാര്യം ഗോപാലിനോട് ചോദിച്ചില്ല. അവരാരും മീനിനെ ശ്രദ്ധിച്ചത് പോലുമില്ല. രാജാവ് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അദ്ദേഹവും ഗോപാലിനെ കണ്ടപ്പോൾ, എന്തു പറ്റി ഗോപാൽ, നിൻ്റെ മുടി എവിടെ, താടി എവിടെ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ ഗോപാൽ പറഞ്ഞു, തമ്പുരാനെ, അങ്ങയുടെ പന്തയത്തിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു. അങ്ങ് പോലും എന്നോട് മീനെപ്പറ്റി ചോദിച്ചില്ല. ഞാൻ വരുന്ന വഴി ഒരാൾ പോലും എന്നോട് മീനെപ്പറ്റി ചോദിച്ചില്ല. ഞാൻ വിജയിച്ചിരിക്കുന്നു. രാജാവിന് സന്തോഷമായി. രാജാവ് ഗോപാലിന് കൈ നിറയെ സമ്മാനങ്ങൾ കൊടുത്തു. ഗോപാലിനെ പറ്റി ഇങ്ങനെ ഒരുപാട് കഥകൾ ബംഗാളിൽ പ്രചാരത്തിലുണ്ട്. അപ്പോൾ ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.